എന്റർടൈൻമെന്റ് അത് മാത്രം മനസ്സിൽ കൊണ്ട് എഴുതിയൊരു പ്യുവർ ഫാമിലി എന്റർടൈനർ. അതാണ് സംക്രാന്തിക്ക് വസ്തുണ്ണം. നമ്മുടെ മനസ്സിനെ എന്തൊക്കെ അകറ്റുന്നു, നമ്മുടെ മനസ്സിനെ എന്തൊക്കെ വിഷമിപ്പിക്കുന്നു, അതെല്ലാം മറികടന്ന് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുക, നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക. അത് മാത്രം ഒരു മോട്ടീവ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് സംക്രാന്തിക്ക് വസ്തുനം ഫീൽ ചെയ്തത്. കുറെ ചിരിപ്പിച്ച് രസിച്ച് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. 2.5 മണിക്കൂർ ഒട്ടും ബോറടിക്കില്ല. സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ബൈ അനിൽ രവിപുടി. കഥയൊന്നും പ്രത്യേകിച്ചില്ല. ശരിക്കും പറഞ്ഞ് എന്റർടൈൻമെന്റ് ഒന്ന് ടാഗ്ലൈൻ ഉണ്ടെങ്കിൽ കഥയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ് പേർപ്പസ്. പക്ഷെ അത് വെറുപ്പിക്കലാവരുത്. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് ബാലൻസോടെയാണ് എഴുതി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. കിട്ടിലൻ സ്ക്രീൻ പ്ലേ ബൈ അനിൽ. ഐ തിങ്ക് ഇസ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ടിൽ ഡേറ്റ്. ടിപ്പിക്കലായ ക്ലീഷേസും ടിപ്പിക്കലായ കുറെ പ്രെഡിക്റ്റബിൾ ഫാക്ടേഴ്സ് എല്ലാം കീറി മുറിച്ചും അതെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്തത്. അനിലിന്റെ പ്രീവിയസ് മൂവീസ് ആണ് ഭഗവന്ത് കേസരി, F2 ഫൺ ആൻഡ് ഫ്രസ്ട്രേഷൻ, F3. ഇതെല്ലാം കുറെ ബ്രെയിൻലെസ് ആയ എന്റർടൈനേഴ്സ് ആണ്. ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എവിടെ എഴുതുവാണെങ്കിൽ ആ ഒരു പേപ്പറിൽ നല്ല, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും നമ്മുടെ മനസ്സിൽ തന്നെ പുറത്തിറങ്ങി വന്ന് അഭിനയിക്കില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് പെർഫോം ചെയ്ത് എങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് എനിക്ക് ഇതിൽ ഓരോ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ഫീൽ ചെയ്തത്. അവരുടെ പെർഫോമൻസ് ഈച്ച് ആൻഡ് എവറി വൺ കലക്കി പൊളിച്ചിട്ടുണ്ട്. അവര് ഈ ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്, ഈച്ച് ആൻഡ് എവറി പെർഫോമൻസുകളാണ് ഈ സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുത്തത്. വെങ്കടേഷ് ഓൺസ് ദ റോൾ. കോമിക് ടൈമിങ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റാർ ഓഫ് ദ ഫിലിം ആയിട്ട് ഫീൽ ചെയ്തത് ഐശ്വര്യ രാജേഷ് ആയിരുന്നു. ഐശ്വര്യ രാജേഷ് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിലെ റോൾ. കുറെ കാലം കഴിഞ്ഞ് സ്ക്രീനിൽ കണ്ടുകൊണ്ട് എനിക്കൊരു ഫ്രഷ്നെസ് കൂടെ ഫീൽ ചെയ്തു. പിന്നെ ഇവരുടെ മോനെ അഭിനയിച്ച ബേബി രേവാന്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര അഡോറബിൾ ആയിരുന്നു. ഭയങ്കര നന്നായിട്ട് തന്നെ ആ ഒരു കോമിക് ടൈമിങ്ങും ഭയങ്കര ആ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെക്കൻ ചെയ്തിട്ടുണ്ട്. വെങ്കടേഷ്, ഐശ്വര്യ രാജേഷ്, ബേബി രേവാന്ത് ഇവരുടെ മൂന്നിന്റെ കെമിസ്ട്രിയും വളരെ രസമായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. മുരളീധർ, ശ്രീനിവാസ റെഡ്ഡി, VTV ഗണേഷ്, ഉപേന്ദ്ര ലിമായ്, P സായ്കുമാർ, പമ്മി സായ്, ഇവരെല്ലാവരും ഇവരുടെ കിട്ടിയ ക്യാരക്ടേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് 100% എന്റർടൈൻമെന്റ് തന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു 75% മാത്രം കിട്ടിയുള്ളൂ. വിഷ്വൽസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുന്ന ആൾക്കാർക്കുള്ളതല്ല ഈ സിനിമ. ഇത് ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പേർപ്പസ്. ഓവറോൾ ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് മൂവി, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ മെയ്ഡ് ഇൻ ദ റൈറ്റ് വേ.